അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആനിലേക്ക് പോവാന്നുണ്ടെങ്കിൽ ഓരോ അധ്യായത്തിലും സൃഷ്ടാവിനെ പറ്റി വ്യക്തമായിട്ട് പറയുന്ന ഭാഗങ്ങളുണ്ട്, അഥവാ ഏകദൈവ വിശ്വാസത്തെ പറ്റി പറയുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ സൃഷ്ടാവിനെ പറ്റി പറയുന്നുണ്ട്, അഥവാ അധ്യായം 2 സൂറ അൽ ബക്കറയിൽ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓർമ്മ വരും. കാരണം എല്ലാ ക്ലാസ്സും ഓരോ ക്ലാസ്സുമായിട്ട് ബന്ധമുണ്ട്. കാരണം ഓരോ സബ്ജക്റ്റും മറ്റു സബ്ജക്റ്റുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ക്ലാസ് കാണുന്നവർക്ക് യഥാർത്ഥത്തിൽ പല സത്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു അധ്യായത്തിൽ സൃഷ്ടാവിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറയാം. അൽ ബക്കറയിൽ 163 164 ആണ്. നിങ്ങളുടെ ദൈവം ഏക ദൈവം മാത്രമാവുന്നു, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അവൻ പരമകാരുണികനും കരുണാനിധിയുമാണ്. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറ്റത്തിലും മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും ആകാശത്ത് നിന്ന് മഴ ചൊരിഞ്ഞ് നിർജീവ അവസ്ഥയ്ക്ക് ശേഷം ഭൂമിയിൽ അത് മുഖേന ജീവൻ നൽകുന്നതിലും ഭൂമിയിൽ എല്ലാതരം ജന്തുജാലവർഗങ്ങളെ വ്യാപിപ്പിക്കുന്നതിലും കാറ്റുകളുടെ ഗതി നിയന്ത്രണത്തിലും ആകാശഭൂമികളിലൂടെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. ജീവജാലങ്ങള്, മനുഷ്യര്, എല്ലാം, ജീവനുള്ള എല്ലാ വസ്തുവും. ഇനി പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങള്, നമ്മുടെ മേഘങ്ങള്, കാറ്റ്, മഴ, ഇനി കപ്പൽ ഓടിക്കുന്ന കാര്യത്തില്, അല്ലെങ്കിൽ വേണ്ട വിമാനം, ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളെ ആലോചിക്കുകയെന്നുണ്ടെങ്കിൽ, വിമാനത്തെ ആലോചിക്കുകയെന്നുണ്ടെങ്കിൽ, ഇതെല്ലാത്തിനും ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും സൃഷ്ടാവിന്റെ അംശത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അത് നമ്മളാകട്ടെ. എങ്കിലും ഈ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നോ രണ്ടോ ആയത്തിലൂടെ അല്ലെങ്കിൽ സൂക്തത്തിലൂടെ അള്ളാഹു അത് വിശദാക്കി പറയുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പിറകോട്ട് പോവാന്നുണ്ടെങ്കിൽ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഇതന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, സൃഷ്ടാവിനെ പറ്റി സൃഷ്ടാവ് വ്യക്തമായിട്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്.